ഏട്ടമീൻ കിട്ടിയേ. അപ്പോൾ ഞാനതൊരു എൻ്റെ സ്റ്റൈലിൽ വെച്ച് നോക്കുന്നത്. എങ്ങനെ ഉണ്ടാവും അറിയത്തില്ല, നോക്കാം. ഞാൻ എന്തൊക്കെ ചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒന്നും ചൂടായി കഴിഞ്ഞ്, ചൂടായ ആൾമോസ്റ്റ് നമ്മൾ കുറച്ച് ഉരുവായിട്ട് കൊടുക്കും. ഇത് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിൽ ഞാൻ എന്താ പറയുക, ഈ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചേക്കും. അപ്പോൾ ആ പേസ്റ്റ് ആയിക്കഴിഞ്ഞാൽ പേസ്റ്റ് ഇട്ട് കൊടുത്താൽ ഇങ്ങനെയൊക്കെയാണോ എല്ലാവരും ചെയ്യുന്ന അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടമീൻ്റെ കറി വെക്കുന്നത്. അപ്പോൾ ഈ പേസ്റ്റ് ആക്കി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ആണ് പേസ്റ്റ് ആക്കിയത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 പച്ചമുളകും കൂടെ. ജഗ്ഗിൽ കുറച്ച് വെള്ളം വെച്ചേക്കണം. ഇച്ചിരി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പിടം ഇട്ട് കൊടുത്താൽ അതെൻ്റെ പാട്ടിന് ഇതായിക്കോളും. ഞാൻ ഇച്ചിരി കൂടുതൽ ഉപ്പിടുക, പിന്നെ ഉപ്പിടണ്ടല്ലോ. നല്ല വഴഞ്ഞിട്ട് വേണം. അത് വഴഞ്ഞിട്ട് മതി. ഇത് അത്യാവശ്യം നല്ലപോലെ വഴന്നിട്ടുണ്ട്. വഴന്ന് വരുമ്പോൾ നമ്മളൊരു 2 തണ്ട് കറിവേപ്പില അങ്ങോട്ട് കൊടുക്കണം. 2 തണ്ട് ഇത് വഴറ്റുന്ന സമയത്ത് നല്ലത് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഈ പുല്ലെല്ലാം അവിടെ അടിഞ്ഞു പിടിച്ചിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത്യാവശ്യം നല്ല എരിവുള്ളതാണ് കേട്ടോ. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ്, അങ്ങിട്ട് കൊടുത്തേക്കാം. അതോടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഞാനുണ്ടല്ലോ ഈ 2 തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം മീഡിയം തക്കാളി ആയതുകൊണ്ട് 2 തക്കാളി പേസ്റ്റാക്കി വെച്ചായിരുന്നു. അപ്പം അതുകൂടെ ഒഴിച്ച് കൊടുക്കാം. പേസ്റ്റാക്കിയ തക്കാളി നല്ലപോലെ മിക്സ് ചെയ്യും. ഒരു മിനിറ്റ് മതി കേട്ടോ. ഈ തക്കാളിയുടെ അത്യാവശ്യം ഈ പച്ചപ്പൊക്കെ ഒന്ന് പോയി കിട്ടുമ്പോഴത്തേനും തക്കാളി ഇട്ട് ഒരു 1/2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ആ വെള്ളത്തിൻ്റെ കൂടെ ഞാനൊരു 3-4 കഷ്ണം നമ്മുടെ നാടൻ കുടംപുളിയില്ലേ, കുടംപുളിയും കൂടെ വെള്ളത്തിയിട്ട് വെച്ചായിരുന്നു. അത് വെള്ളത്തിൻ്റെ കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം വെള്ളം മാറ്റാൻ നിൽക്കേണ്ടത്. ഇപ്പം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇനി പുളി ഇട്ടിട്ടുണ്ട്, എല്ലാം മിക്സായി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ, 2 മിനിറ്റ്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മീനെ ഇട്ട് കൊടുക്കാം.
അപ്പം മീനെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിനൊരു ഹൈ ഫ്ലെയിമിലൊരു നല്ലപോലെ തിളക്കട്ടെ. അപ്പോൾ ഇത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ അറിയാമോ, നമ്മളിതിന് സിമ്മിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഒന്നിരിക്കട്ടെ. മീനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. പുളിയൊക്കെ വെച്ചിടുന്ന് ഇറങ്ങാൻ വേണ്ടി ഒരു 5 മിനിറ്റ്, എന്നിട്ട് ചാറ് ശകലം കൂടെ ഒന്ന് പറ്റിക്കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. മീനൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി ഓഫ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഞാനൊരു 2-3 തണ്ട് കറിവേപ്പില ചുമ്മാ ഇങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ് ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിലിങ്ങനെ ഏട്ടമീനൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.